പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷാജേട്ടാ എത്രാമത്തെ വട്ടം വരുന്നത് സത്യമായിട്ട്? എന്നാ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഒറ്റ വരവ് എനിക്ക് ഓർമ്മയുണ്ട് ആ പാതിരാത്രി വന്നത്. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ്. വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ 2 ബാഗ് നിറച്ചെടുത്തിട്ട്. കാരണം ചേട്ടന് മാത്രമാണല്ലേ? ഇതെന്നെ മാത്രം. വിഷുവിന് വീട്ടുകാർക്ക് എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഓണക്കോടിയാണല്ലോ, വിഷുക്കോടിയില്ല. പക്ഷേ എനിക്ക് എങ്ങോട്ട് പുറത്തോട്ട് നമ്മുടെ മുണ്ട് മെയിനാണ്. ഷർട്ട് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, മുണ്ട് മെയിനാണ്. അപ്പോൾ എന്തായാലും എയർ ഹാൻഡ്ലൂമിലെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും നിങ്ങൾ ഓണർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ വരുന്ന വിഷുവിന് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കുക. കാരണം ഈ വിഷുവിന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത വിഷുവിൻ്റെ സമയം വരെ എടുക്കട്ടെ ഇവിടെ നിന്ന് ബില്ലത് ചീട്ടാനായിട്ട്. കാരണം എല്ലാവരും ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പരിചയപ്പെട്ടു മൂവാറ്റുപുഴ, എൻ്റെ തൃപ്പൂണിത്തുറ നിന്നും അവിടെ നിന്ന് പിന്നെയും പോകണം ഒത്തിരി കിലോമീറ്റർ. അവിടെ നിന്ന് വന്ന ഫാമിലി ഉണ്ട് ഇവിടെ, അങ്ങനെ ഒത്തിരി സ്ഥലത്തു നിന്ന് ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ നിങ്ങളുടെ വിഷു കോടി അത് AR ഹാൻഡ്ലൂമിൽ തന്നെ എടുക്കുക. അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും, ഇവിടുത്തെ ക്ലയൻറ്റിനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിനും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു. സ്റ്റാഫിൻ്റെ സർവീസൊക്കെ ഓക്കെ അല്ലേ? ഓ അടിപൊളി, പക്ക. എന്തായാലും പരാതിയൊന്നുമില്ല. അയ്യോ ഹാപ്പി. ഓക്കെ. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് വരണം ഷാജേട്ടാ. കഴിഞ്ഞിട്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. മനീഷ ഇനി വണ്ടി കയറാൻ വരെ വാ. നമ്മുടെ മനീഷയാണ് കാണിച്ചത് എല്ലാം. ഇതിൽ പ്രത്യേകമായിട്ട് പറയാൻ മറന്നു പോട്ടെ, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യുന്നത് അതേപോലെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സെറ്റപ്പാണ്. സ്റ്റാഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് കൂടെ നിന്നിട്ട് ഇതെല്ലാം ചെയ്തു തരും. ഇച്ചിരി നീങ്ങിന്നോ, ഞാൻ ഫാമിലി മെമ്പറാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും വിഷു ഇവിടെ വരിക, തകർക്കുക. ഓക്കെ.